Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Wa salatu wa salam ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. പേര് മുഹമ്മദ് ഷാൻ. 2004 തൊട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2005 തൊട്ട് ഹെമറ്റോളജി പേഷ്യൻസിൻ്റെ പ്രത്യേകം ചാർജും കൂടിയുണ്ട്. ലുക്കീമിയ, ലിംഫോമ, മൾട്ടിപ്പിൾ മൈലോമ, ഹോട്ട്കിൻസ് ഡിസീസ് എന്നിവ കൂടാതെ ക്യാൻസർ അല്ലാത്ത സിക്കിൾ സെൽ, താലസീമിയ, ഹീമോഫീലിയ എന്നിവ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാർ ഏരിയയിലെ ഒരുപാട് രോഗികൾക്ക്, പ്രത്യേകിച്ചും പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് ഒരു ആശ്വാസമായ ഒരു സ്ഥലമാണ്. ട്രീറ്റ്മെൻറ്റ് വളരെ വളരെ ഒരു സാമ്പത്തികമായ ഒരു ബാധ്യത ഇല്ലാതെ അവർക്ക് ചികിത്സിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലം. നമ്മുടെ ഹെമറ്റോളജി വാർഡിൽ തന്നെ ഏകദേശം ഒരു 50ഓളം ഇൻ പേഷ്യൻസും ശനിയാഴ്ച OP ഒരു 70ഓളം ഔട്ട് പേഷ്യൻസും വരാറുണ്ട്. റേഡിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ സോളിഡ് ട്യൂമേഴ്സ്, സോളിഡ് മാലിഗ്നൻസീസ്, ലങ്, ബ്രസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് സോളിഡ് ട്യൂമേഴ്സൊക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ദിവസം ഒരു 200-300ഓളം OP, അത്ര തന്നെ ഇൻ പേഷ്യൻസും ഉണ്ട്. അത്ര തന്നെ പേഷ്യൻസ് IMCസിൻ്റെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ പേഷ്യൻസ് ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അൽഹംദുലില്ലാ, അതിനനുസരിച്ച് തന്നെ പുതിയ പുതിയ ചികിത്സാ രീതികളും ഉണ്ട്. കുറച്ച് ക്യാൻസറെങ്കിലും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ക്യാൻസറുകൾക്ക് അവർക്ക് ഉള്ള ആയുസ് നമ്മൾക്ക് അൽഹംദുലില്ലാ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റാറുണ്ട്. ഹെമറ്റോളജി പേഷ്യൻസിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. നമ്മൾ പലപ്പോഴും വിഷമം തോന്നിപ്പോവും. നമ്മുടെ ചികിത്സാ രീതി RCCയിലെ അതേ ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത്, നമുക്ക് സൗകര്യക്കുറവുണ്ട്. ചിലപ്പോൾ ഒരു കട്ടിൽ തന്നെ 2 പേഷ്യൻസിനെ കിടത്തി കീമോ കൊടുക്കേണ്ട അവസരമുണ്ട്. ചിലപ്പോൾ കാണാം പാവപ്പെട്ട പ്രായമുള്ള രോഗികളെ നിലത്ത് കിടത്തി നമുക്ക് കീമോ കൊടുക്കേണ്ട അവസരം. നമ്മുടെ AC ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യില്ല. AC നന്നാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട്. ഫാൻ ഉണ്ടാവില്ല, വെന്റിലേഷൻ ഉണ്ടാവില്ല. അവർ ചൂടെടുത്ത് വിഷമിക്കാറുണ്ട്. 100-120 പേഷ്യൻസോട് ഒരു വാർഡിൽ നമുക്ക് ആകെ 3-4 ബാത്റൂമിലാണോ ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ രോഗികളത്തെ കേൾക്കുന്ന അവരുടെ നിസ്സഹായ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ നിസ്സഹായാവസ്ഥയിൽ നിന്ന് പോകാറുണ്ട്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇബ്രാഹിം 14-ാമത്തെ സൂറത്തിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹു. നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരിക്കലും എണ്ണാൻ പറ്റില്ല. അത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മളെല്ലാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്ന അതേ ചികിത്സ RCCയിൽ കൊടുക്കാറുണ്ട്. എന്നാൽ അവിടെ ഒരുപാട് ക്യൂർ റേറ്റ്, അതിനെ ചികിത്സിച്ച് മാറുന്ന ക്യൂർ റേറ്റിന് കൂടുതൽ ഇൻസിഡൻസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർ കീമോ അവർ ഹോസ്പിറ്റലിൽ കൊടുക്കും. എൻ്റെ രോഗികളെ തൊട്ടടുത്തുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഷെൽട്ടർ ഹോം, അഭയ കേന്ദ്രങ്ങളുണ്ട്. അവർക്ക് അവിടെ പോയിട്ട് രോഗി ബാക്കിയുള്ള സമയം കഴിയും. അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾക്കറിയാം ക്യാൻസർ പല റെജിമെൻസും ഉണ്ട്. ചിലപ്പോൾ 1.5 കൊടുക്കേണ്ട ക്യാൻസർ മരുന്നുകൾ ചിലപ്പോൾ ഓരോ ആഴ്ച കൊടുക്കേണ്ടത് 2 ആഴ്ച കൂടുമ്പോൾ, 3 ആഴ്ച കൂടുമ്പോൾ, പല ക്യാൻസറിനും പല ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ആയിരിക്കും. അപ്പം ഈ അവസ്ഥയിൽ നമ്മൾ രോഗികളെ വളരെ ദൂരെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിടുമ്പോൾ രോഗികൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ക്യാൻസർ അറിയാം, ഒരു ക്യാൻസർ വന്നാൽ രോഗി പ്രത്യേകിച്ചും ശാരീരികവും മാനസികമായ സാമ്പത്തികമായ തകർച്ചയിലാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഈ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഛർദി, വിശപ്പില്ലായ്മ, അതിൻ്റെ കൂടെ യാത്ര തന്നെ ഒരു ക്ഷീണമാണ്. അപ്പോൾ ഇങ്ങനത്തെ രോഗികൾക്ക് നമ്മൾക്കൊരു അഭയകേന്ദ്രം നൽകാൻ അത് വലിയൊരു ഗുണമായിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ചുറ്റും ഇപ്പം അങ്ങനത്തെ ഒരു ഷെൽട്ടറൊന്നും നമ്മൾക്കില്ല. അതുകൊണ്ട് രോഗികൾ പലപ്പോഴും വീട്ടിൽ പോയി ക്ഷീണിച്ച് വരും, ചിലപ്പോൾ ഇൻഫെക്ഷൻ അടിച്ച് വരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് RCCയിലേക്ക് ഇങ്ങനത്തെ ഒരു ഷെൽട്ടർ അഭയകേന്ദ്രത്തിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ രോഗികൾക്ക് സ്വന്തം ബന്ധുക്കളെ കൂടെ, രക്തബന്ധത്തിൽ സ്നേഹബന്ധുക്കളുടെ കൂടെ ഒരു റൂമിൽ നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് മാനസികമായിട്ട് അവർക്കൊരു ആശ്വാസം നൽകും. നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ക്യാൻസർ രോഗികൾക്കൊക്കെ, പ്രത്യേകിച്ചും ക്യാൻസറും അതുപോലെ എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു ശുഭപ്രതീക്ഷ, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു മനസ്സാണെങ്കിൽ രോഗം തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറിപ്പോകാറുണ്ട്. അള്ളാഹുവിന് ശിഫ നൽകുന്നു തീർച്ചയായിട്ടും. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എല്ലാം ഒരു നിമിത്തമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രോഗത്തിൻ്റെ ക്യൂർ റേറ്റും സാധ്യത കൂടുതലാണ്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് കെയർ ഹോം പ്രോജക്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഒരു 600 മീറ്ററോളം ക്യാമ്പസിനുള്ളിൽ തന്നെ 20 സെൻറ്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. 20 സെൻറ്റ് സ്ഥലത്തിന് ഏകദേശം 1 കോടി രൂപ വരുമെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നല്ലൊരു ബിൽഡിംഗ് കെട്ടിടം ഉണ്ടാക്കാൻ വേറൊരു 3-3.5 കോടി വരും.
ഈ കെയർ ഹോമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ക്യാൻസർ രോഗികൾക്ക് ഒരു താത്കാലികമായിട്ട് താമസിക്കാനുള്ള ഒരു അഭയകേന്ദ്രം, ഒരു സമാധാനം, കിട്ടുന്ന ഒരു അന്തരീക്ഷം. ക്യാൻസർ രോഗികളെ പോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു വേറെ അസുഖമാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ഒരുപാട് കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. അവർക്ക് ഡയാലിസിസ് ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് ചെയ്യണം. റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ കുറച്ച് നാൾ നിൽക്കണം. ഈ അവസരങ്ങൾക്ക് അവർക്കൊരു നല്ലൊരു സ്ഥലം തൊട്ടടുത്ത ക്യാമ്പസിനടുത്ത് ഉണ്ടാവാൻ അതൊരുപാട് അവർക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് നമ്മൾക്കൊരു ആശ്വാസം നൽകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് എളുപ്പമാക്കി തരും. അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ കാരുണ്യവാൻ കരുണാനിധി അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കാരുണ്യം വർഷിക്കും. അപ്പോൾ കെയർ ഹോം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനത്തെ ഈ ക്യാൻസർ രോഗികൾക്കും കിഡ്നി പേഷ്യൻസിനും ഒരു റിലീഫ് സെൻറ്റർ, അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം. കൗൺസിലിങ്ങിനോട് ഒരുപാട് തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്യും. അവർക്ക് ഫ്രീ മെഡിസിൻ, ഫ്രീ ഭക്ഷണം, ഒരുപാട് സൗജന്യമായുള്ള ഭക്ഷണം, മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ് സെൻറ്റർ. പലപ്പോഴും രോഗികൾക്ക് അറിയില്ല ആരെ കാണണം, എപ്പോഴും കാണണം, ഏത് ഡോക്ടറെ കാണണം എന്നുള്ള അറിയില്ല, അതവർക്ക് നമ്മൾ നൽകാൻ പറ്റും. അതുപോലെ തന്നെ രോഗികളുടെ കൂടെയുള്ള ബന്ധുക്കൾക്കും ബാക്കിയുള്ളവർക്കും ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്താൻ പറ്റും. രോഗത്തെ എങ്ങനെ തടയാൻ പറ്റും, രോഗം എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് കുട്ടികൾ, സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർക്കൊരു താമസിക്കാനുള്ള ഇട ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കേന്ദ്രത്തിൽ നല്ല കുറച്ച് റൂമുകൾ, ഡോർമിറ്ററികൾ അവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, നല്ല ലൈബ്രറിയുള്ള സംവിധാനം, പള്ളികളുണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു സമാധാനം അന്തരീക്ഷത്തിൽ അവർക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാൻ പറ്റുവാണെങ്കിൽ വലിയൊരു ആശ്വാസം, ഒരാൾക്കാർക്ക് ഒരു ആശ്വാസമായിരിക്കും, കുട്ടികൾക്കും ഈ രോഗികൾക്കൊക്കെ. ഈ കെയർ ഹോം പ്രോജക്റ്റിൻ്റെ മൊത്തം ബഡ്ജറ്റ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു 4.5 കോടിയാണ്. എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിൽ കാരുണ്യം നൽകി നമ്മൾക്ക് നമ്മുടെ വലിയൊരു സംഭാവന നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ നൽകണം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് സൂറത്തുൽ ഹദീദിലെ 10-ാമത്തെ വചനം, വമാലക്കും അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. എല്ലാ ഖജനാവ്, എല്ലാ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഞാൻ നിങ്ങളൊക്കെ മരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ദാനം, ഈ നമ്മൾക്ക് കിട്ടിയ ധനം നമ്മൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൂടാ? തൊട്ടടുത്ത വചനത്തിൽ 11-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, മന്ദല്ലദീ യുഖറിദുല്ലാഹ ഖർദൻ ഹസന വയുളായിഫു ലഹും വലഹും അജ്റുൻ കരീം. അള്ളാഹു പറയാണ്, ആരുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ദാനം, അള്ളാഹുവിന് കടം കൊടുക്കാൻ, അത് അള്ളാഹു ഒരുപാട് ഇരട്ടിപ്പിച്ചിരും, ഒരുപാട് വർദ്ധിപ്പിച്ചിരും. അള്ളാഹു അതിന് ഒരുപാട് വമ്പിച്ച പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതിൽ നമുക്ക് ചെറുതും വലുതുമായ എന്ത് സംഭാവനയും, ഈ സംഭാവനത്തിന് വിലപ്പമല്ല, അതിൽ പിന്നീടുള്ള നിഷ്കളങ്കമായ നമ്മുടെ മനസ്സാണ് പ്രാധാന്യം. നമ്മുടെ നിയ്യത്ത് വെറും അള്ളാഹുവിൻ്റെ വജഹ് മാത്രമായിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം. നിഷ്കളങ്കമായൊരു മനസ്സുകൊണ്ട് നമുക്ക് നിഷ്കളങ്കമായ ദാനം നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സദഖത്തുൽ ജാരിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. നാളെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ, ഈ കെട്ടിടത്തിൽ താമസിക്കുന്ന ഓരോ രോഗികൾക്ക് കിട്ടുന്ന ആശ്വാസം, സമാധാനം തീർച്ചയായിട്ടും നാളെ നമ്മുടെ ഖബറിൽ അതൊരു വെളിച്ചമായിട്ട്, നമ്മുടെ ഒരു പ്രകാശമായിട്ട് അത് വിശാലം നൽകും. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു സദഖത്തുൽ ജാരിയായിട്ട് മാറും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ, നമ്മളെന്ത് അനുഭവിച്ചു, നമ്മളെന്ത് ആസ്വദിച്ചു, ഇതെല്ലാം നമ്മൾക്ക് കൂടുതൽ പ്രാധാന്യം. നമ്മൾ ബാക്കിയുള്ളവർക്ക് എന്ത് ആസ്വാദനം നൽകി, എന്ത് അനുഭവിപ്പിക്കാൻ നൽകി, എന്ത് സമാധാനം നൽകാൻ പറ്റി, ഇതാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം. നമ്മൾ ബാക്കിയുള്ളവർക്കൊരു തണലാവാൻ പറ്റുമോ, ബാക്കിയുള്ളവർക്കൊരു വെളിച്ചമാവാൻ പറ്റുമോ, ഇതാണ് നാം അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനത്തിൽ പറയുന്നു, വഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപാട് കാരുണ്യം വർദ്ധിപ്പിച്ചിരട്ടെ. അതുപോലെ തന്നെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെ സംഭാവന നൽകാൻ, സദഖകൾ നൽകാൻ, സക്കാത്ത് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സമ്പത്ത് വർദ്ധിച്ചു തരുമാറാകട്ടെ. നമ്മളെല്ലാവർക്കും ഇത് കൈകോർക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു വമ്പിച്ചൊരു നല്ലൊരു സംരംഭമാണ് ഇൻഷാ അല്ലാഹ്. നമ്മളതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിയുന്നത്ര സഹായം ചെയ്യാം. നമ്മൾക്ക് സംഭാവന നൽകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അവർക്ക് പറയാം ഇതിനെപ്പറ്റി, ഇതിൻ്റെ ആവശ്യകത. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ചുറ്റും തൊട്ടടുത്ത് ഇങ്ങനത്തെ ഒരു അഭയ കേന്ദ്രത്തിൻ്റെ ആവശ്യം എനിക്കും നിങ്ങൾക്കും എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ദുആ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കുക, ഇങ്ങനത്തെ ഒരു സംരംഭം അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ, ബാക്കിയുള്ളവർക്ക് അതൊരു ആശ്വാസമായി നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന രോഗികൾക്ക് നമ്മൾ
പ്രാർത്ഥിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ ഷുഅറയിൽ പറയുന്നത് 80-ാമത്തെ വചനത്തിൽ, എനിക്ക് രോഗം ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫ നൽകുന്നവൻ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ ഒരു കെയർ ഹോം പ്രോജക്റ്റ്, ഒരു ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങളെല്ലാവരും അവിടെ നിന്ന് സന്ദർശിക്കണം. ഒരു രോഗിയെ കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ അതൊരുപാട് വർദ്ധിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണം ചെയ്യാം. നമ്മൾ മനസ്സിലാക്കണം, സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചാൽ, ഒരു മനുഷ്യൻ രക്ഷിച്ചാൽ അത് മനുഷ്യ സമുദായം മൊത്തം രക്ഷിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും നിഷ്കളങ്കമായ നിയ്യത്ത് കബൂലാക്കുമാറട്ടെ. അതിൽ വന്നുപോകുന്ന കാപട്യം അല്ലെങ്കിൽ ലോകമായത അല്ലെങ്കിൽ നിഫാഖ്, അഹങ്കാരം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറട്ടെ. നമ്മുടെ നിയ്യത്തിൽ നിശുദ്ധമായ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറട്ടെ. നമ്മൾക്ക് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.